Volkswagen Polo, one of the hottest hatchback cars ever made. Volkswagen Polo എന്ന ഈ മോഡൽ ഇറക്കാൻ തുടങ്ങിയിട്ട് 50 വർഷം തികഞ്ഞിരിക്കുകയാണ്. 1975 പ്രൊഡക്ഷൻ തുടങ്ങിയ പോളോ ഇന്നും പലരുടെയും ഫേവറേറ്റ് കാർ തന്നെയാണ്. So this video is specially dedicated for Polo on celebrating its 50th birthday. My name is Nithin and welcome to സിനിമയും സർക്കിട്ടും. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയും തുടർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റ്സിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. $2 കോടിയിലധികം പോളോ കാറുകളാണ് ഫോക്സ് വാഗൻ ലോകത്തിലുടനീളമായി വിറ്റഴിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഫോക്സ് വാഗന്റെ ഏറ്റവും കൂടുതൽ സെയിലായ ഒരു മോഡലും പോളോ തന്നെയാണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ വേരിയന്റ് ഉള്ള ഒരു കാർ മോഡലും ഫോക്സ് വാഗന്റേത് പോളോ തന്നെയാണ്. 1960കളിൽ ജർമ്മൻ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ NSU നിരത്തിലിറക്കിയ കുഞ്ഞൻ കാറുകളായിരുന്നു NSU പ്രിൻസും വാങ്കിൾ സ്പൈഡറും. അഫോർഡബിൾ ആയിട്ടുള്ള കുഞ്ഞൻ കാറുകളായിരുന്നുവെങ്കിലും ഗ്യാരണ്ടി ഇഷ്യൂസും കണ്ടിന്യൂസ് ആയിട്ട് വന്നിരുന്ന എഞ്ചിന്റെ കംപ്ലൈന്റും കാരണം NSUവിന് കാറുകളുടെ പ്രൊഡക്ഷൻ പൂർണ്ണമായും നിർത്തേണ്ടി വന്നു. തുടർന്ന് NSU കമ്പനിയെ പൂർണ്ണമായും ഫോക്സ് വാഗൻ ഓഡി ഗ്രൂപ്പ് പർച്ചേസ് ചെയ്തു. NSU ഗ്രൂപ്പിന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്ന K150 എന്ന കാറ് ഓഡി A50 എന്ന പേരിൽ ഓഡി ഗ്രൂപ്പ് ഇറക്കുകയുണ്ടായി. തുടർന്ന് A80യും A100ഉം ഓഡി ഇറക്കിയെങ്കിലും A50 തന്നെയായിരുന്നു അവരുടെ ഹ്യൂജ് സക്സസ്. ഓഡി A50യുടെ അതേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറായിരുന്നു ഫോക്സ് വാഗൻ പോളോ. നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിൽ നിന്നും വീശുന്ന പോളാർ വിൻസ് എന്ന പേരിനെ ആസ്പദമാക്കിയിട്ട് കാറ്റിന്റെ വേഗതയിൽ പായുന്ന കുട്ടിപ്പുലി എന്നുള്ള അർത്ഥത്തിലാണ് ഫോക്സ് വാഗൻ പോളോ എന്ന പേര് നൽകിയത്. 6 വ്യത്യസ്ത ജനറേഷൻസ് ഓഫ് പോളോ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. 1975 മുതൽ 81 വരെയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ പോളോ ഫോക്സ് വാഗൻ ഇറക്കിയിരുന്നത്. 81ൽ സെക്കൻഡ് ജനറേഷൻ, 91ൽ തേർഡ് ജനറേഷൻ, 98ൽ ഫോർത്ത് ജനറേഷൻ എന്നിങ്ങനെയായിരുന്നു പോളോയുടെ വേരിയന്റുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. 2001 മുതൽ 2009 വരെ ഫോക്സ് വാഗൻ നിർമ്മിച്ചിരുന്ന 5th ജനറേഷൻ പോളോ ആയിരുന്നു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ആദ്യത്തെ ഫോക്സ് വാഗൻ പോളോ. ലോഞ്ച് ചെയ്യപ്പെട്ട കാലം മുതൽ തന്നെ കാർ എന്തൂസിയാസ്റ്റുകളുടെ ഉള്ളത് ഫേവറേറ്റ് കാറായി മാറി ഫോക്സ് വാഗൻ പോളോ. എസ്പെഷ്യലി മോട്ടോർ കാർ റേസിംഗിൽ ഒരു വലിയ തരംഗം തന്നെ പോളോ ഉണ്ടാക്കുകയുണ്ടായി. 2013 മുതൽ തുടർച്ചയായി 4 വർഷം വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയത് ഫോക്സ് വാഗൻ പോളോയുടെ 5th ജനറേഷൻ വണ്ടിയായിരുന്നു. പിന്നീട് 2017 ഫോക്സ് വാഗൻ പോളോ അതിന്റെ 6th ജനറേഷൻ വണ്ടിയുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 5th ജനറേഷൻ പോലെ തന്നെ 6th ജനറേഷനും ഭയങ്കരമായ ഒരു പോപ്പുലാരിറ്റി ഇന്ത്യയിൽ ഉടനീളം നേടുകയുണ്ടായി. എസ്പെഷ്യലി ഫോക്സ് വാഗൻ പോളോയുടെ GT പെട്രോൾ എഞ്ചിൻ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. 1 ലിറ്റർ TSI എഞ്ചിൻ ലോഡ് ചെയ്യുന്ന GTയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം പവർ 5000 to 5500 RPM വരെ പോയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടോർക്ക് അറൌണ്ട് 4000 RPM വരെ പോകാനുള്ള ഒരു കഴിവ് ഈ ഒരു 1000cc എഞ്ചിൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇറ്റ്സ് റിയലി അമേസിംഗ്. മൈലേജ് നോക്കാതെ വണ്ടി എടുക്കാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ച ഒരു കാറായിരുന്നു ഫോക്സ് വാഗൻ പോളോ. ഇന്നും നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ നോക്കിയാൽ നമുക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന ഫോക്സ് വാഗൻ പോളോ വണ്ടികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്, എസ്പെഷ്യലി അതിന്റെ റെഡ് കളർ. ലക്ഷറി കാറുകൾ ഓൺ ചെയ്യുന്ന ഒരുപാട് പേരുടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് അവർ ആശ്രയിക്കുന്നത് പോളോയാണ്. ഇത്രയധികം പവറിൽ പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ 2022 പോളോയുടെ സെയിൽസ് ഫോക്സ് വാഗൻ ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നിർത്തിയിരിക്കുകയാണ്. മേ ബി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോളോയുടെ നെക്സ്റ്റ് ജനറേഷൻ വണ്ടി വരുന്ന സമയത്ത് അത് വീണ്ടും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യപ്പെടുമെന്നാണ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. പോളോയുടെ 7th ജനറേഷൻ വണ്ടി വരട്ടെ, അത് ഇന്ത്യയിൽ ലോഞ്ച് ആവട്ടെ, വീണ്ടും ഇന്ത്യൻ നിരത്തുകളിൽ പോളോ ചീറിപ്പാഞ്ഞു പോകട്ടെ. സോ ഹാപ്പി ബർത്ത്ഡേ പോളോ. നമുക്കിനി വീണ്ടും ഇന്ത്യയിൽ വെച്ച് തന്നെ കാണാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.